1978 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ആന്ധ്രയിൽ വലിയ കടൽക്ഷോഭം ഉണ്ടായി. ആ കടൽക്ഷോഭത്തിൽ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മറ്റെല്ലാ പ്രാണികളും ചത്തൊടുങ്ങി. എല്ലാവരുടെയും ശവശരീരം ശേഖരിച്ചുകൊണ്ട് ശവസേന ഉണ്ടാക്കി RSS എന്ന് പത്രക്കാരെഴുതി. ആ സമയത്താണ് ഒരു സർവോദയ നേതാവ് RSSനെ വിശേഷിപ്പിച്ച് റെഡി ഫോർ സെൽഫ്ലെസ് സർവീസ് എന്നാണ്. പത്രക്കാര് അന്നത്തെ സർസംഘചാലകായ ദേവർസിയോട് ചോദിച്ചു, ഈ ശവങ്ങളൊക്കെ ഇങ്ങനെ അഴുകിയ ശവങ്ങൾ ശേഖരിച്ച് വേണ്ടവണ്ണം സംസ്കരിക്കാൻ എന്ത് പരിശീലനമാണ് നിങ്ങൾ സ്വയം സേർക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ദേവർസി പറഞ്ഞു, ശവങ്ങൾ ദഹിപ്പിക്കാനുള്ള പരിശീലനം ഞങ്ങൾ കൊടുക്കാറില്ല, പക്ഷേ ഈ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ സ്വന്തമാണ്, ഈ നാട് നമ്മുടെ സ്വന്തമാണ് എന്നൊരു ഭാവന, എന്നൊരു കാര്യം നമ്മുടെ ശാഖയിൽ പറയാറുണ്ട് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഈ നാട് സ്വന്തമാണ്, ഈ നാട് അമ്മയാണ്, ഭാരതാംബയാണ്.